നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുത്തൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കൊങ്ങംപാറ സ്വദേശി രമേശിന്റെ മകൻ ബദ്രിനാഥാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. വീടിന്റെ മുറ്റത്ത് കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ദ്രവിച്ച എർത്ത് കമ്പിയിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഉടൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ ഗുരുദേവ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബദ്രിനാഥ്. വടക്കാഞ്ചേരി പോലീസിന്റെ ബൊലേറോ പിടികൂടിയ വെഹിക്കിൾ ഇൻസ്പെക്ടർ വെട്ടിൽ. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്, ഇല്ലാത്തത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മാത്രം. തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവാണ് വെട്ടിലായത്. ഇൻഷുറൻസും പൊല്യൂഷനുമില്ലെന്ന് കാട്ടി വെഹിക്കിൾ ഇൻസ്പെക്ടർ 4000 രൂപ ഫൈനിട്ടിരുന്നു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടെ ഉത്രാളിക്കാവിന് സമീപത്ത് വെച്ചായിരുന്നു MVI വാഹനം പിടികൂടിയത്. പോലീസ് പെട്രോളിംഗ് ഡ്യൂട്ടി നടത്തുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാഹനം കൊണ്ട് വട്ടം വെച്ചാണ് പോലീസ് വാഹനം പിടികൂടിയത്. പൊല്യൂഷൻ ഇല്ലാത്തതിന് 2000-ഉം ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2000-ഉം ചേർത്ത് 4000 രൂപയാണ് ഫൈനിട്ടത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒരാഴ്ചയ്ക്കകം എടുത്താൽ ഫൈൻ 250 രൂപയായി കുറയും. അതേസമയം പോലീസ് വാഹനത്തിന് വട്ടം വെച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കേസെടുക്കാനും പോലീസ് നീക്കം നടത്തുന്നതായാണ് വിവരം. കാടിനെ അറിയാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും വിത്ത് ബോൾ ഒരുക്കി വേലുപ്പാടം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും ചിമിനി ഡാം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും. ചടങ്ങ് പഞ്ചായത്ത് അംഗം സാദിയ അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ CC ബെസി അധ്യക്ഷത വഹിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബെസ്റ്റിൻ വർഗീസ് വന്യമൃഗജീവികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. വന്യജീവികൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഭക്ഷണം തേടിയിറങ്ങുന്നത് തടയാൻ വേണ്ടി പലതരം വിത്തുകൾ മണ്ണിൽ നിറച്ച് ചെറിയ ബോളുകളുടെ രൂപത്തിൽ ഉണ്ടാക്കി അവ കാട്ടിനുള്ളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന പ്രവർത്തനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ VM പ്രവീൺ വിവരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ബൈജു വാഴക്കാല, NSS പ്രോഗ്രാം ഓഫീസർ UG റോസിലി, മുൻ പ്രോഗ്രാം ഓഫീസർ VD റോജ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഒന്നിച്ച് കാടിനുള്ളിലേക്ക് വിത്തുബോളുകൾ എറിഞ്ഞു. മറ്റത്തൂർ GLP സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ അനുകരിച്ചുകൊണ്ട് കുട്ടികളുടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക TM ശകുന്തള, അധ്യാപകരായ PM അന്ന, ലിജി ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,315 രൂപയും പവന് 1,06,520 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കേത്തുറവ് തെക്കിനിയത്ത് ചക്കുംപീടിക പരേതനായ വർഗീസ് ഭാര്യ റോസി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ. ടെസ്സി മണി, ബെന്നി, ഷാജു എന്നിവർ മക്കളും ചീക്കു, ബിന്ദു, റോസ്മേരി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.